ആടിൻ്റെയും മുയലിൻ്റെയും കഥ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ഞാൻ ഇന്നൊരു മുയലിൻ്റെ കഥയാണ് പറയുന്നത്. ഈ കഥ തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു മുയൽ കടയിൽ പോയി ക്യാരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് കടക്കാരൻ ഇല്ല, ക്യാരറ്റ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും ആ മുയൽ അതേ കടയിൽ പോയി ക്യാരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. കടക്കാരൻ അപ്പോഴും ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അടുത്ത ദിവസവും മുയൽ കടയിൽ ചെന്ന് ക്യാരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. കടക്കാരന് ദേഷ്യം വന്നു. ഇനി നീ ഇവിടെ വന്ന് ക്യാരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചുറ്റിക വച്ച് നിന്റെ തലയിൽ ആണി അടിച്ചു കയറ്റും എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും മുയൽ ആ കടയിൽ വന്നു. നിങ്ങളുടെ കടയിൽ ചുറ്റിക ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് കടക്കാരൻ മറുപടിയും പറഞ്ഞു. ആണിയെങ്കിലും ഉണ്ടോ എന്ന് മുയൽ ചോദിച്ചു. കടക്കാരൻ ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ മുയൽ ശാന്തമായി ചോദിച്ചു, ഇപ്പോൾ പറ, നിങ്ങളുടെ കടയിൽ ക്യാരറ്റ് ഉണ്ടോ? ഈ കഥയിൽ നിന്ന് ഞാൻ എന്താ പറയുവാൻ വന്നെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? സ്ഥിരോത്സാഹത്തെപ്പറ്റിയാണ്, അല്ലാതെ വേറെന്തു പറയാൻ. സ്വപ്നം കാണൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം. ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വഴിയിൽ നിറയെ തടസ്സങ്ങൾ കണ്ടേക്കാം. പിന്തിരിയരുത്. മറ്റുള്ളവർ നീ അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറയും. നിങ്ങളത് ശ്രദ്ധിക്കുകയേ വേണ്ട. ചുറ്റികയും ആണിയും ഇല്ലാതെ കടക്കാരൻ മുയലിനെ പേടിപ്പിച്ചതുപോലെ ഇവരുടെ കയ്യിലും ഒന്നുമില്ല. നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കൂ, നിങ്ങൾ വിജയം കൈവരിക്കും. ഒരു കാര്യം മാത്രം ഓർത്തിരിക്കണം, ദൈവത്തിന് പ്രാധാന്യം നൽകി അവനിൽ നിങ്ങളെ ഏൽപ്പിച്ച് അവൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കൂ. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും.